സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടല്ലേ. അതായത് ഹൃദയപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനെ പറ്റിയും വലതുപക്ഷം എന്ന് പറയുന്ന ഭരണപക്ഷത്തിനെ പറ്റിയുമാണ് ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഇടതുപക്ഷം എന്ന് പറയുന്ന ഹൃദയപക്ഷം എന്ന് എല്ലാവരും പറയുന്ന ആ ഒരു പാർട്ടി, അല്ലെങ്കിൽ ആ ഒരു നല്ല മനുഷ്യത്വമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘടന ഈ നാട്ടിൽ നിന്ന് വേരോടെ പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ നെറികെട്ട ജനങ്ങൾ ഈ പറയുന്ന UDF വേണ്ടിയിട്ട് വോട്ട് കുത്തി. അതായത് കൈവിരലിൻ്റെ തുമ്പത്ത് മഷി പുരട്ടുന്നതിന് പകരം വർഗീയതയുടെയും അതേപോലെ തന്നെ ജാതീയതയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആളുകളുടെ വിഷമാണ് അവരെല്ലാം പുരട്ടിയത്. ആ വിഷം പുരട്ടിയിട്ട് അവർ ആ കൈവച്ച് കുത്തിയത് തന്നെ വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെയും അതേപോലെ തന്നെ കുലം കുത്തികളുടെയും പീഡന വീരന്മാരുടെയും സംഘടനകൾക്കൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോൾ പിണറായി വിജയൻ സഖാവ് അടക്കമുള്ള ആ ഒരു കൂട്ടത്തിൽ, അതായത് ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയിലെ നല്ല മനുഷ്യന്മാരെ മിസ് ചെയ്തതിൻ്റെ, അല്ലെങ്കിൽ ആ നല്ല മനുഷ്യന്മാരില്ലാതായതിൻ്റെ, അതായത് കേരളത്തിലെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്നിരുന്ന ആ ഒരു ടീം ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ആ ഒരു വിഷമത്തിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് വിട പറഞ്ഞു പോകുന്ന അത് ആഗ്രഹിക്കുന്ന കൊങ്ങികളും സംഖ്യകളും ഒക്കെയാണ്. എന്നാൽ ഒരിക്കലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു പാർട്ടി ഒരു കാലത്തും എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ആ പാർട്ടി പൂർവാധികം ശക്തിയോടുകൂടി പണ്ട് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ 100 ഇരട്ടി ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരുമെന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. നിങ്ങൾക്കും അതില്ല എന്ന് എനിക്കറിയാം. അതായത് നല്ല മനുഷ്യരെ സ്നേഹിക്കുന്ന, മനുഷ്യത്വമുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഒരു സംശയമില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ആ ഒരു പാർട്ടി പോയതിൻ്റെ വിഷമമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് UDF അധികാരത്തിൽ വരുന്നതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ നടക്കുന്നതൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം, പിണറായി സഖാവ് അടക്കമുള്ള ശിവൻകുട്ടി അടക്കമുള്ള നല്ല കുറച്ച് നേതാക്കന്മാരെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം ഇങ്ങനെ ഉള്ളിലിരിക്കുന്ന സമയത്തും നമ്മുടെ എല്ലാ ആളുകൾക്കും ചിരിക്കാനുള്ള വകയുമായിട്ടാണ് ഇന്ന് ഈ പറയുന്ന കുങ്ങികളുടെ ഒരു ടീംസ് മുന്നിലേക്ക് വരുന്നത്. ഞാൻ കണ്ടൊരു പോസ്റ്റ് ഇങ്ങനെയാണ്: ഇത്ര പെട്ടെന്നാണല്ലേ തോറ്റ വിഷമമൊക്കെ മറന്ന് നമ്മൾ ചിരിക്കാൻ തുടങ്ങിയത്, അല്ല അവർ നമ്മളെ ചിരിപ്പിച്ച് തുടങ്ങിയത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കേരള എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് വന്നിട്ടുണ്ട്. ശരിക്കും ഇടതുപക്ഷം എന്ന് പറയുന്നൊരു പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് എല്ലാ ആളുകൾക്കും നല്ല വിഷമമുണ്ട്. അവർ ഈ നാട്ടിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് നിന്ന് പോകുന്നു എന്നുള്ളൊരു കാര്യം ഓർക്കുമ്പോൾ. എന്നാലും ചിരിക്കാനുള്ളൊരു വകയുമായിട്ട് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും G സുധാകരനും അടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമുക്കറിയാം, ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് G സുധാകരനും അതേപോലെ തന്നെ C വേണുഗോപാലും പിന്നെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനും എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിൽ സുധാകരന് മാധ്യമങ്ങളോട് സംസാരിക്കണം, VD സതീശനും മാധ്യമങ്ങളോട് സംസാരിക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നത്? എന്താ നിങ്ങൾ അങ്ങ് ഉണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ട് VD സതീശനുള്ള മൈക്കെല്ലാം കൂടി നമ്മുടെ സുധാകരൻ്റെ അടുത്തേക്ക് തള്ളി വെച്ച് കൊടുക്കുന്നു. എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ അങ്ങ് പറഞ്ഞു എന്നുള്ള രീതിയിൽ അഹങ്കാരത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു സങ്കടത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു പ്രഹസനമൊക്കെ കാണിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണെന്നേ, ഭയങ്കര അടിയാണ് തമ്മിൽ. അതായത് എനിക്ക് മുഖ്യമന്ത്രി ആവണം, ഞാനാണ് മുഖ്യമന്ത്രി, ഞാനാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും നാൾ നിലകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി ആയേ പറ്റൂ, മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വകുപ്പും വേണ്ട, ഞാൻ ഈ പാർട്ടിയിലെ കാണില്ല എന്ന് പറയുന്ന VD സതീശൻ അടക്കമുള്ള VD സതീശൻ അത് പറയുമ്പോൾ അതിനേക്കാൾ 100 ഇരട്ടി പിടിവാശിയോടുകൂടി KC വേണുഗോപാലും സുധാകരനും രമേശ് ചെന്നിത്തലയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറയുകയുണ്ടായി, ഈ ഒരു പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഏറ്റവും വലിയ അടി നടക്കും. പാർട്ടിക്ക് പുറത്തല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ അടി നടക്കും. അതിലുള്ള അണികളിൽ കുറേ ആളുകൾ, ഈ പറയുന്ന ഇടതുപക്ഷം വേണ്ട എന്നാഗ്രഹിക്കുന്ന ആളുകൾ, വലതുപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇവർ പറയാൻ പോകുന്നത് ഇവിടെ VD സതീശൻ മുഖ്യമന്ത്രി ആയാൽ മതി. എൻ്റെ അഭിപ്രായം VD സതീശൻ തന്നെ ആവണമെന്നാണ്. കാരണം പുള്ളിക്കാരനെ കാര്യപ്രാപ്തിയുള്ളൂ, കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും എല്ലാ ആളുകളുടെയും ഹിതം അറിയാനൊക്കെ ഒരു കഴിവുള്ളത് അയാൾക്ക് തന്നെയാണ്. പക്ഷേ അഴിമതി ഒരു സൈഡിൽ കൂടെ എന്തായാലും നടക്കും, ഇല്ലെന്നല്ല. പക്ഷേ ഈ പാർട്ടിക്കുള്ളിലുള്ള ആളുകളുടെ ആഗ്രഹം ഒരിക്കലും VD സതീശനാവരുത്, എനിക്കാവണം. KC വേണുഗോപാലിൻ്റെ ആഗ്രഹം KC വേണുഗോപാലിനാവണമെന്നാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടികൾ നടക്കുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടൊരു പോസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ആ പോസ്റ്റിൽ പറയുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്: കേരളം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ട് അടി, തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയുന്നില്ല, ബംഗാൾ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നില്ല, ചേടാ ഇതെന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ വകയുള്ള ഒരുപാട് കാര്യങ്ങളാണ് കോൺഗ്രസ് നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്, സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെ വിഷമങ്ങൾക്കിടയിൽ നമുക്ക് ചിരിക്കാൻ വേണ്ടി, മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ട്. PC ജോർജ് വന്നിരുന്ന് പറയുന്നത്, ഏറ് പിടിച്ചിരുന്ന പിണറായി അവാർഡ് പടം പോലെയാക്കിയ കേരള രാഷ്ട്രീയത്തെ ഒരു തമാശ പടമാക്കാൻ അവർ എത്തിക്കഴിഞ്ഞു, ഇനി ചിരിയുടെ നാളുകളെന്ന് PC ജോർജ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് PC ജോർജ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, അല്ലെ ഒരു അണി, ഈ പറയുന്ന KCയെ മുഖ്യമന്ത്രിയാക്കുന്നതിനുള്ള വിഷമം കൊണ്ട്
ദേഹത്ത് കൂടി മണ്ണെണ്ണ കോരി ഒഴിച്ചിട്ട് കത്തിക്കാനായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലെ തെരുവിലിറങ്ങി വലിയ ഷോ കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രഹസനങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതായത് ഒരു കൂട്ടം ആളുകൾ പറയുന്നു VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, ഒരു കൂട്ടം ആളുകൾ പറയുന്നു KC വേണുഗോപാലിനെ ആക്കണം, മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നു സുധാകരനെ ആക്കണം, എന്നാൽ വേറൊരു ചില ആളുകൾ പറയുന്നത് രമേശ് ചെന്നിത്തല ആക്കണമെന്നാണ്. ഇവരുടെ അണികൾക്കുള്ളിൽ പോലും ആർക്കും ഒരു താല്പര്യമൊന്നുമില്ല. ഇത് ആരാവണമെന്ന് പോലും അവർക്കൊരു ഐഡിയ ഒന്നുമില്ല. ഒരു ഐഡിയയും ഇല്ലാതെയാണ് മത്സരിച്ചതും ജയിച്ചതും. എന്തൊക്കെയോ വാരിക്കോരി കൊടുത്തിട്ട് ജയിച്ചു. സംഭവങ്ങൾ എങ്ങനെയാണല്ലോ ആളുകൾ ജയിച്ചു. അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ വിജയമാണ്. ആ വിജയം അവർ കൈവരിക്കുക തന്നെ ചെയ്തു. ഈ നാട്ടിലെ നെറികെട്ട വൃത്തികെട്ട ജനങ്ങളൊക്കെ അതിനുവേണ്ടി കൂട്ടുനിന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ വളരെയധികം കോമഡിയോട് കൂടിയുള്ള കാര്യങ്ങളാണ്, അല്ലെ വളരെയധികം ഒരു നർമ്മകരമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കസേര കളി എന്നൊക്കെ പറയത്തില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള കളിയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടൊരു പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൈവിട്ട കളിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അരുൺകുമാർ നടത്തുന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയിലൊരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം CPM-ന്റെ ഒരു നേതാവിന് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് നേരെ ഡോക്ടർ അരുൺകുമാറിലേക്ക് പോവാം. ഈ കോൺഗ്രസ് വിജയിച്ചു കയറിയ 63 മണ്ഡലങ്ങളിലും ഈ KC ആണെങ്കിലും VD ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. അവര് വിജയിച്ചു വന്ന് CLP ലീഡറെ തീരുമാനിക്കുന്നു. അപ്പോ CLP ലീഡർ തീരുമാനിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല, KC തന്നെ നയിക്കണമെന്ന് ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെട്ടാൽ ഹൈക്കമാൻഡിനെ മറിച്ചെന്താണ് ചെയ്യാൻ കഴിയുക? അതിനെതിരെ ഒരു പ്രതിഷേധം തെരുവുകളിൽ ഉണ്ടാവുന്നു. ആ തെരുവുകളിൽ നടക്കുന്ന പ്രതിഷേധം എങ്ങനെയാണ് PR വർക്ക് എന്ന രീതിയിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഫ്ലെക്സുകൾ അവിടെ വന്ന് നിറയുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഹൈക്കമാൻഡ് പ്രോസസ്സിലാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോ അതിനിടയിലാണ് ഈ പ്രതിഷേധം ഉണ്ടാവുന്നത്. എന്താണ് ഈ പ്രതിഷേധത്തിന്റെ ഉദ്ദേശം? ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക. നിങ്ങൾക്കൊരു പാർട്ടിയുടെ തലപ്പത്തുള്ള ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ഒരു കാര്യം നേടാൻ കഴിയുമെങ്കിൽ നാളെ ഈ ഗവൺമെന്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഇതേപോലെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാം. പിന്നെ ഈ സർക്കാർ കോൺഗ്രസ് സർക്കാരാണെന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഹൈക്കമാൻഡ് തീരുമാനം ഉണ്ടാവണ്ടേ? ഇത് ആദ്യമായിട്ടാണോ പാർട്ടിക്ക് പുറത്തുനിന്ന് MLA-മാരുടെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്? നമ്മൾ എത്ര തവണ പറഞ്ഞു, CH മേനോൻ 1969 വരുമ്പോ അന്ന് രാജ്യസഭാംഗമാണ് CH മേനോൻ. രാജ്യസഭാംഗമായ CH മേനോനാണ് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. എന്താ അന്ന് MN ഗോവിന്ദൻ നായർ അടക്കമുള്ള നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതാ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടു. രണ്ടാമത് AK ആന്റണി വരുന്നു 95-ൽ. അന്നും രാജ്യസഭാംഗമാ AK ആന്റണി. മത്സരിക്കാൻ വേണ്ടി വരുമ്പോ എന്താ കേരളത്തിൽ ഉമ്മൻചാണ്ടി പത്മനാഭനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? ആ രാഷ്ട്രീയ അവസ്ഥയിൽ ആവശ്യപ്പെട്ടു. ഇപ്പൊ വരുന്നു KC വേണുഗോപാലിനെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഞാൻ വാദം പറഞ്ഞ ഒരു ഭാഗത്തോട് യോജിക്കുന്നു. കാരണം എന്താ, അവിടെ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഓർഗനൈസിംഗ് സെക്രട്ടറി പദവിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഉത്തർപ്രദേശ് അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു ദീർഘകാലമായി ഓർഗനൈസിംഗ് സെക്രട്ടറിയിൽ ഇരുന്ന് കോൺഗ്രസിനെ മാന്യമായ ഒരു നിലയിലേക്ക് എത്തിച്ച് ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ടീമിന്റെ ഭാഗമായ KC വേണുഗോപാലിന് അർഹിക്കപ്പെട്ട സ്ഥാനം കൊടുത്ത് നാട്ടിലേക്ക് മടക്കുന്നു. ആ വാദത്തെ ഞാൻ ഭാഗികമായി ശരിവെക്കുന്നു. കാര്യം അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. പക്ഷെ അവിടെ അത് നടക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ MLA-മാരെ പിന്തുണയ്ക്കണം. കേരളത്തിലെ MLA-മാരെ പിന്തുണച്ചില്ലെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിൽ വരൂല. കേരളത്തിൽ MLA-മാരെ പിന്തുണയ്ക്കുമ്പോൾ പറയുന്നു ആ MLA-മാരെ KC നിർത്തിയതാണല്ലോ എന്ന് പറയുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ ഈ ജനവിധിയോടുള്ള അവഹേളനം? അതല്ലേ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവഹേളനം? അതല്ലേ MLA-മാരോടുള്ള അവഹേളനം? ഈ MLA-മാരെ വിചാരിച്ചാൽ അവരുടെ മണ്ഡലത്തിൽ ഇന്നിപ്പോ പ്രതിഷേധ പ്രകടനം നടത്താൻ പറ്റൂലേ? കേരളത്തിലെ DCC-യുടെ പ്രസിഡന്റുമാരെ വിചാരിച്ച അതാത് DC-കളിൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധം നടക്കൂലേ? ഈ കേരള കോൺഗ്രസിലെ എണ്ണം പറഞ്ഞ നേതാക്കന്മാര് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ KC-യുടെ എണ്ണം പറഞ്ഞ നേതാക്കന്മാര് തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പ്രകടനം പോലെ ആയിരിക്കും ആ പ്രകടനം ഉണ്ടാവുക. ആ പ്രകടനം ഏത് വഴിക്ക് എവിടെ പോയി നിൽക്കും? ഇപ്പോഴും KC ആ അർത്ഥത്തിൽ KC-യുടെ ഗ്രൂപ്പ് സമീപനം പാലിക്കുന്നില്ലേ? എവിടെയെങ്കിലും ആ അർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പന്തം കൊടുത്ത് പ്രകടനവുമായിട്ട് വരുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലുള്ള പ്രകടനങ്ങളല്ലാതെ. അതൊരു മിനിമം കോമൺ സെൻസ് ആണ്. ഇതിപ്പോ VD സതീശനെതിരായിട്ട് വരികയല്ലേ? നാളെ ഹൈക്കമാൻഡിന്റെ മുന്നിൽ വരാൻ പോകുന്ന റിപ്പോർട്ടിൽ ഈ ഡിസിപ്ലിനറി വിഷയമല്ലേ മുൻപിൽ വരിക? അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടും VD സതീശന് വേണ്ടിയിട്ടും ഒക്കെ എണ്ണ ഒഴിക്കാനും തീ കത്തിക്കാനും ഒക്കെ നിൽക്കുന്ന അണികളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. വേറെ പോസ്റ്റ് കാണിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. ഈ ഒരു പോസ്റ്റ് കണ്ടില്ലേ? ഇതിൽ പറയുന്നത് ഒറ്റ നിൽപ്പ്, രമേശ് ചെന്നിത്തലയ്ക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒറ്റയാൾ നിൽപ്പ് സമരം. രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൾ ഡാം ചെയ്തതുപോലെ രമേശ് ചെന്നിത്തല നയിക്കട്ടെ, കേരളം വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോയി നിൽക്കുന്നുണ്ട്. വേറൊരു CPM നേതാവ് പറയാൻ പോകുന്നൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതിനെപ്പറ്റി അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ ഈ സന്ധ്യയിൽ ചർച്ചയിൽ അധികാരത്തിലേറാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കടുത്ത ഫാസിസ്റ്റ് ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടല്ലോ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്നും. CPM-കാർക്ക് എന്താ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ അവകാശം? അതായത് കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആയാലും അത് കേരളത്തിലെ 3.5 കോടി മലയാളിയുടെ മുഖ്യമന്ത്രിയാണ്. സാങ്കേതികമായി മാത്രമാണ്
അത് മറ്റുള്ളവരെ എതിർക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ എന്താ അവകാശമെന്ന ചോദ്യം ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് മനോഭാവമാണ്. അത് അദ്ദേഹം തിരുത്തുന്ന നല്ലതാണ്. ഞാൻ അവരുടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും അഭിപ്രായം പറയാനും ഒന്നും വരുന്നില്ല. നമ്മൾ ആരും വരുന്നില്ല. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം കേരളത്തിലെ തെരുവോരങ്ങൾ കലാപമാക്കുന്നു. ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അത് നിയമവിരുദ്ധമാണ് വസന്ത, അയാളുടെ പേര് കേസെടുക്കേണ്ടി വരും. ഫ്ലക്സ് കത്തിച്ചു, പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്. തെരുവിൽ സംഘർഷം ചേർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നിങ്ങളുടെ ഭരണാധികാരം കടന്നിരിക്കുന്നു. അതാണ് പ്രശ്നം. ശ്രീമതി ഹസിത, കണ്ടില്ലേ? ഈ പറയുന്ന ടീംസിന് വേണ്ടിയിട്ടാണ് സ്മൃതീശൻ അടക്കമുള്ള ആളുകൾ ഇത്രയും നാളും കിടന്ന് മെഴുകിക്കൊണ്ടിരുന്നത്. അതായത് ഈ നാട്ടിൽ UDF വരണം, LDFൻ്റെ ഈ വാഴ്ച ഏകാധിപതി കളിക്കുന്ന പരിപാടിയൊക്കെ നിൽക്കണം, ഈ ധാർഷ്ട്യം നിൽക്കണം, ഈ പറയുന്ന എന്താ പറയുക കാപട്യം നിൽക്കണം, ഈ പിടിവാശി നിൽക്കണം, ഇതൊക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് മാധ്യമ പ്രവർത്തകർ പാപ്പരാസികളൊക്കെ മെഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്തായി? എല്ലാം നിന്നു. ഇനി നല്ല കോമഡിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തെരുവോരങ്ങൾ സംഘർഷാവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതാക്കാൻ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇല്ലാതാവുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിനെല്ലാം വഴിയൊരുക്കി കൊടുത്ത കേരളത്തിലെ നല്ല ജനങ്ങൾക്ക്, അതായത് കേരളത്തിലെ നല്ല ഈ പറയുന്ന UDFന് വേണ്ടിയിട്ട് പണിയെടുത്ത ജനങ്ങൾക്ക് എൻ്റെ കൂപ്പ് കൈ. ഏത് കൈയാണ്, ഏത് വിരലുകൊണ്ടാണ് ഞാൻ ഇത് കൂപ്പുന്നതെന്നൊക്കെ നിങ്ങൾ വേണേൽ ഊഹിച്ചെടുത്തോ. ഒരുപാട് നന്ദിയുണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് നന്ദിയുണ്ട് ഈ രീതിയിൽ ഈ കേരളത്തിനെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ കൂട്ടുനിന്നതിന്. ഇതിൻ്റെ എല്ലാം വരും വരാഴികകൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളിൽ ഓരോരുത്തരുമല്ല, നമ്മളെല്ലാവരും കൂടിയാണ്. അതായത് നിങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചൊരു പരിപാടിയുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് നീയും ഞാനും അടങ്ങുന്ന ഈ നാട്ടിലെ, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുമാണ്. എന്തായാലും നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല, വേറെ നിവൃത്തിയില്ല. ഇനി ഇവരെപ്പറ്റി പറയുന്നതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ബുക്കാറോ എന്തെങ്കിലും പ്രശ്നങ്ങളും കൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. ഉമ്മാർ എന്തൊക്കെ ചെയ്യും? ഈ എന്താ പറയുക, ചെമ്മീൻ ചാടിയ ചട്ടിയോളം വീണ്ടും ചാടിയാൽ എന്താ പറയുക, ഒരു പേര് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെയുള്ളൂ. നമ്മൾ വലിയ കാര്യമാക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു കസേരകളി നമുക്ക് കാണാൻ സാധിക്കും. മുഖ്യമന്ത്രി ആവാനുള്ള കസേര. ഇപ്പോൾ കേരളത്തിന് 4 മുഖ്യമന്ത്രി ഉണ്ട് കേട്ടോ. ഒന്ന് KC, ഒന്ന് VD സതീശൻ, ഒന്ന് രമേശ് ചെന്നിത്തല, പിന്നെ സുധാകരൻ. എല്ലാ മുഖ്യമന്ത്രിമാരും കൂടി നല്ല രീതിയിൽ, അതായത് തിങ്കളാഴ്ച ഒരാൾ, ചൊവ്വാഴ്ച ഒരാൾ, ബുധനാഴ്ച ഒരാൾ, വ്യാഴാഴ്ച ഒരാൾ, വെള്ളി ശനി ഞായർ ലീവ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും പൊക്കോട്ടെ. അല്ലെ ഒരു ദിവസം 2 പേര്, ഒരാൾ 2 ദിവസം എന്നുള്ള രീതിയിലാണെങ്കിലും പൊക്കോട്ടെ. എന്തായാലും അടി ഉണ്ടാവാതിരുന്നാൽ മതി. പണ്ട് പിള്ളേർ കിൻഡർ ജോയ്ക്കും മുട്ടായിക്കും ഒക്കെ വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് പോലെ, സാറേ അവൻ എന്നെ നുള്ളി, സാറേ അവൻ എന്നെ കടിച്ചു, അവൻ എന്നെ അതായത് വരച്ചു, അവൻ എന്നെ കുത്തി എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു കാര്യമാണ് ഇവിടെ കാണുന്നത്. എന്തായാലും എല്ലാം നന്നായിട്ട് വരട്ടെ, നല്ലത് ചെയ്താൽ നല്ലത് മാത്രം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാം. സ്മൃതി എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് ഈ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്ത സ്മൃതീശൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു കൊങ്ങിണിക്കുട്ടി അല്ലെ കൊങ്ങിക്കുട്ടി, പുള്ളിക്കാരി പങ്കുവച്ചിരിക്കുന്നൊരു വീഡിയോ ഉണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ള വിക്കുള്ള ഒരാളാണ് കേട്ടോ. നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് എല്ലാ കാര്യവും ഒരു ഫ്ലോയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സ്മൃതീശന് ഇപ്പോൾ വലിയ വിക്കാണ്. ഡോക്ടർ അരുൺകുമാറിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെ പറ്റി കുറ്റം പറയുമ്പോഴെല്ലാം നല്ല നാവുണ്ടായിരുന്ന, നാവിന് നല്ല തറയിൽ കിടന്ന് എഴയുന്ന നീളമുണ്ടായിരുന്ന ഈ പറയുന്ന VD സതീശൻ്റെ അനുജത്തിയായിട്ടുള്ള സ്മൃതീശൻ ഇപ്പോൾ വലിയ വിക്കാണ്. വിക്കി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോയുടെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് കണ്ടുപോകാം. ഈ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഉപതെരഞ്ഞെടുപ്പുകളെ എങ്ങനെയാണ് അദ്ദേഹം വിജയിപ്പിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. എത്രത്തോളം വോട്ട് നേടി വിജയിക്കുമെന്നുള്ള കണക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതാണ് 100 കടക്കുമെന്ന് പറഞ്ഞു. 1 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടും, അത് 1ഓ 2ഓ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാമെന്ന് പറഞ്ഞു. അങ്ങോട്ടാണ് ഇത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ കണക്കുകൾ കൃത്യമായി പറഞ്ഞ് വെറുതെ ഇങ്ങനെ ആകാശത്തെടുത്ത് പറയുന്നല്ലേ, ആ കണക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നടന്ന് ആളുകളെ കണ്ട് ആളുകളിൽ നിന്ന് വിവരങ്ങൾ തേടി എവിടെയാണ് വോട്ട് ലഭിക്കുക, എവിടെയാണ് വോട്ട് പോകുക എന്ന രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ കൃത്യമായി നടത്തിയിട്ടാണ് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഈ ലീഗിന്റെ പിന്തുണയും ഈ സഭാ നേതൃത്വങ്ങളുടെ പിന്തുണയും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്തുണയും ഒക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഉറപ്പിക്കുന്നത് പോയി കാല് പിടിച്ചിട്ടല്ല. അതൊരു വേറൊരു മെക്കാനിസമാണ്. ആ മെക്കാനിസം പലപ്പോഴായി വിജയിച്ചിട്ടുണ്ട്. ആ പരീക്ഷണത്തിലെ VD സതീശൻ വരുമ്പോഴാണ് അങ്ങനെ ന്യൂനപക്ഷ ഏകീകരണമാകുന്നത്. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ്, മുസ്ലിം ന്യൂനപക്ഷം, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി, ഇവരാണ് ഇപ്പോൾ VD സതീശനെ. അങ്ങനെ ഒരു നെറേറ്റീവ് ഇപ്പോൾ കൊണ്ടുവരുന്നത് CPM എന്നല്ല. അതേ നെറേറ്റീവ് നേരത്തെ CPM കൊണ്ടുവന്ന നെറേറ്റീവ് ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ഏറ്റെടുക്കുകയാണ്. എത്ര മോശമാണതെന്നേ. ഇതാണ് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാനുള്ളത്. ഇത്രയും നാളും നല്ല രീതിയിൽ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വായിച്ചുകൊണ്ടിരുന്ന, ഒരേ സ്പീഡിൽ വായിച്ചുകൊണ്ടിരുന്ന, ട്രെയിൻ പോലും ഈ വേഗത്തിൽ പോകാത്ത രീതിയിൽ വാർത്തകൾ വായിച്ചുകൊണ്ടിരുന്ന സ്മൃതിക്കിപ്പോൾ
ഈ പറയുന്ന സതീശൻ നല്ലപോലെ ചെയ്തു എന്നൊക്കെ പറയേണ്ട കാര്യങ്ങളായിട്ട് അല്ല ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. എല്ലാം തപ്പിത്തടഞ്ഞ് കള്ളം പറയുമ്പോൾ എല്ലാം തപ്പിത്തടഞ്ഞൊക്കെ പറയണ്ടേ എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്തായാലും സ്മൃതീശനാദികൾക്കെല്ലാം നല്ല രീതിയിൽ, അല്ലെങ്കിൽ സ്മൃതി പരുത്തിക്കുരു നല്ല രീതിയിൽ കുതിർന്നു എന്നൊക്കെ വേണേൽ നമുക്ക് പറയാം. ഇതുകൂടി നിങ്ങളത് കാണിക്കണമെന്നുണ്ടായിരുന്നു, അതുകൂടി കാണിച്ചത് കൊണ്ട് ഇപ്പോൾ എനിക്കൊരു സമാധാനമായി. എന്തായാലും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.